ബുക്ക് റീഡിങ്ങിൻ്റെ ഡിവൈസിനെ പറ്റിയും അതിൻ്റെ ആപ്ലിക്കേഷനെ കുറിച്ചുമാണ് ഇന്നത്തെ വീഡിയോ. നമ്മൾ നാട്ടിൽ നിന്ന് സ്ഥിരതാമസമല്ലാത്തവർ, വിദേശത്ത് താമസിക്കുന്നവർ, സ്ഥിരമായി യാത്ര ചെയ്യുന്നവർ, ഇങ്ങനെയുള്ളവരിൽ വായനയോട് ഒത്തിരി ഇഷ്ടമുള്ളവരുണ്ടാകും. അത്തരക്കാർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ. ഫ്രീ ആയി ഇഷ്ടമുള്ള പുസ്തകങ്ങൾ വായിക്കാം, ഡൗൺലോഡ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് പല വീഡിയോകളും നമ്മൾ കാണാറുണ്ട്. ഇതിനായി പല ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തും ചില സൈറ്റിലൊക്കെ കയറിയും നമ്മൾ ബുദ്ധിമുട്ടാറുണ്ട്. എന്നാൽ പൈസ കൊടുത്ത് നമുക്കിഷ്ടമുള്ള പുസ്തകങ്ങൾ ഓൺലൈനിൽ വാങ്ങി ബുക്കായിട്ട് വായിക്കാൻ പറ്റുന്ന കാര്യമാണ് ഇവിടെ പറയാൻ പോകുന്നത്. ഓൾറെഡി ഇത് ഉപയോഗിക്കുന്ന എത്രയോ പേരുണ്ടാകും. എന്നാൽ ഇതുവരെ ശ്രമിച്ചിട്ടില്ലാത്ത വായനക്കാർക്ക് വേണ്ടിയാണ് ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങൾ പറയുന്നത്. ആമസോൺ ബുക്ക് റീഡിംഗ് ഡിവൈസായ കിൻഡിലിനെ കുറിച്ച്, എങ്ങനെ അത് ഉപയോഗിക്കാം, അതിൽ പുസ്തകങ്ങൾ എങ്ങനെ പർച്ചേസ് ചെയ്യാം, ഈ ഡിവൈസിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്, അതിനോടൊപ്പം ഡിവൈസ് ഇല്ലാതെ ആപ്പ് ഉപയോഗിച്ച് മൊബൈലിലോ ലാപ്ടോപ്പിലോ എങ്ങനെ നമുക്ക് വായിക്കാം, ഇതൊക്കെയാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ പൊതുവേ പറയുന്ന ഒരു കാര്യമുണ്ട്, പേപ്പർ ബുക്കുകൾ വായിക്കുന്നതിൻ്റെ, അത് കൈകാര്യം ചെയ്യുന്നതിൻ്റെ സുഖമൊന്നും ഒരു ഡിവൈസിനും തരാൻ കഴിയില്ല എന്നുള്ളത് ശരിയായിരിക്കാം. പക്ഷേ ആദ്യം പറഞ്ഞ അത്ര ആൾക്കാരുണ്ടല്ലോ, നമുക്ക് പുസ്തകങ്ങൾ ഇതുപോലെ വാങ്ങാനും കൊണ്ടു നടക്കാനും അതിലുപരി സൂക്ഷിക്കാനും പ്രയാസമുള്ളവർക്ക് ഏറ്റവും ഉപകാരപ്പെടുന്ന ഒരു ആപ്ലിക്കേഷനാണ് കിൻഡിലിൻ്റെ, ആമസോണിൻ്റെ ഈ കിൻഡിൽ ഇ റീഡർ എന്നുള്ളത്. ഒരു കാര്യം, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. എല്ലാവരും മുഴുവനായിട്ടും വീഡിയോ കാണുക. ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ഈ ഒരു കാര്യവുമായി ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും സംശയങ്ങളും പങ്കുവെക്കുന്നു പ്രതീക്ഷിക്കുന്നു. ഒപ്പം എൻ്റെ നോവലിൻ്റെ ബുക്ക് വായിക്കാനുള്ള ലിങ്ക് കൂടി ഞാൻ താഴെ കൊടുക്കാം. ഇതാണ് ഞാൻ ഉപയോഗിക്കുന്ന വേർഷൻ. ഇത് ആമസോണിൽ 10,000 രൂപയ്ക്കടുത്ത് വില വരും. പല ന്യൂ വേർഷൻസ് അവൈലബിൾ ആണ്. പക്ഷേ എനിക്ക് ഈ ഒരു മോഡൽ വളരെ ഇഷ്ടപ്പെട്ടു. ഇത് കളറല്ല, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്. ഡാർക്ക് മോഡിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് പേപ്പർ ബുക്ക്, നമ്മുടെ സാധാരണ ബുക്ക് വായിക്കുന്നത് പോലെ നമുക്ക് വായിക്കാം. ഇരുട്ടത്തും വായിക്കാം, രാത്രിയും നമുക്ക് വായിക്കാം എന്നുള്ളത് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. ഫോണ്ട് നമുക്ക് ചെറുതും വലുതുമാക്കി അഡ്ജസ്റ്റ് ചെയ്ത് വായിക്കാൻ പറ്റും. അതുപോലെ ഇതിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് വളരെ വെയിറ്റ് കുറഞ്ഞ ഒരു ഡിവൈസ് ആയതിനാൽ നമുക്ക് കൊണ്ടു നടക്കാൻ എളുപ്പമാണ്. അതുപോലെ ഈ വലിയ പുസ്തകങ്ങൾ കയ്യിൽ കൊണ്ടു നടക്കുക, അതുപോലെ കയ്യിൽ പിടിച്ച് വായിക്കുക എന്നൊക്കെ വലിയ പ്രയാസമുള്ള കാര്യമാണ്. അങ്ങനെയുള്ളവർക്കും ഇതുപോലുള്ളൊരു ഡിവൈസ് വളരെ ഉപകാരപ്രദമായിരിക്കും. ഇതിൽ വായിക്കുമ്പോഴുള്ള മറ്റൊരു പ്രത്യേകത, നമുക്ക് ആവശ്യമുള്ള ഇടങ്ങൾ ആ സമയത്ത് തന്നെ നമുക്ക് ഹൈലൈറ്റ് ചെയ്ത് വയ്ക്കാവുന്നതാണ്. എപ്പോൾ വേണമെങ്കിലും ഹൈലൈറ്റഡ് ആയിട്ടുള്ള ഭാഗങ്ങൾ എളുപ്പത്തിൽ കാണാനും റെഫർ ചെയ്യാനും സാധിക്കും. എനിക്ക് ഏറ്റവും ഉപകാരപ്രദമായിട്ട് തോന്നിയത് ഇതിലെ ഡിക്ഷണറിയാണ്. നമ്മൾ ഇംഗ്ലീഷ് പുസ്തകങ്ങൾ വായിക്കുന്ന സമയത്ത് അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് വാക്കുകളുടെ അർത്ഥം കിട്ടുക എന്നുള്ളതാണ്. എത്ര ഇംഗ്ലീഷ് അറിയുന്നവരാണെങ്കിലും പല വാക്കുകളും, പ്രത്യേകിച്ച് സാഹിത്യത്തിൽ ഉപയോഗിച്ചിട്ടുള്ള പല വാക്കുകളുടെയും അതേ അർത്ഥം സാഹിത്യപരമായിട്ടുള്ള അർത്ഥങ്ങളിലേക്ക് നമുക്ക് കിട്ടണമെന്നില്ല. അങ്ങനെ കിട്ടണമെങ്കിൽ പിന്നെ നമ്മൾ ഡിക്ഷണറി നോക്കണം, അല്ലെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്യണം. ഈ ഒരു ഡിവൈസ് ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇതിൽ തന്നെ നമുക്കതിൻ്റെ വാക്കിൻ്റെ അർത്ഥവും ലഭ്യമാണ്. പിന്നെ ഒരു കാര്യം, ഇരുട്ടത്തൊക്കെ നമ്മൾ സ്ക്രീനിൽ വായിക്കുമ്പോൾ സ്ക്രീൻ നോക്കിയിട്ടുണ്ടാവുന്ന കണ്ണിൻ്റെ പ്രശ്നങ്ങൾ സാധാരണ അങ്ങനെ പറയാറുണ്ടല്ലോ. ഇവിടെ അങ്ങനെ ഒരു പ്രശ്നമില്ല. കാരണം ഇതിൻ്റെ സ്ക്രീൻ എന്ന് പറയുന്നത് നമ്മുടെ ഒരു പുസ്തകത്തിൻ്റെ പേജിലേക്ക് വെളിച്ചം വന്ന് വീഴുമ്പോൾ ഉണ്ടാകുന്ന അതേ എഫക്റ്റ്, അതേ അനുഭവമാണ് നമുക്കിത് വായിക്കുമ്പോഴും കിട്ടുന്നത്. ഇതിൻ്റെ ബാറ്ററി ലൈഫ് എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. എന്ന് വെച്ചാൽ നമ്മൾ മാസത്തിൽ ഒരു തവണയൊക്കെ ചാർജ് ചെയ്താൽ മതിയായിരിക്കും. ഇനി ഡിവൈസ് വാങ്ങാത്തവർക്ക്, ഒരുപക്ഷെ ഇത്രയും വില കൊടുത്ത് ഇങ്ങനെ ഒരു ഡിവൈസ് വാങ്ങേണ്ടതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് ചിന്തിക്കുന്നവർക്കാണെങ്കിൽ, അങ്ങനെ ഡിവൈസ് വാങ്ങാത്തവർക്ക് വേണ്ടി കിൻഡിൽ ആപ്പ് നമ്മുടെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു ഡിവൈസ്, അതായത് മൊബൈലാവാം, ലാപ്ടോപ്പിലാവാം, അങ്ങനെ ഏതെങ്കിലും ഒരു ഡിവൈസിലേക്ക് നമുക്ക് ആ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് അതുവഴിയും വായിക്കാവുന്നതും പർച്ചേസ് ചെയ്യാവുന്നതൊക്കെയാണ്. എങ്ങനെയാണ് ബുക്കുകൾ പർച്ചേസ് ചെയ്യാം എന്ന് നോക്കാം. അതിനുവേണ്ടി നമുക്ക് ആമസോണിലൊരു അക്കൗണ്ട് ഉണ്ടായിരിക്കണം. നമ്മൾ സാധാരണ പർച്ചേസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ബാങ്ക് ഡീറ്റെയിൽസും അതുപോലെ നമ്മുടെ അഡ്രസ്സൊക്കെ കൊടുത്തിട്ടുള്ള ഒരു ആമസോൺ അക്കൗണ്ട് ഉണ്ടായിരിക്കണം. അതിനുശേഷം ഗൂഗിളിൽ നമുക്ക് സെർച്ച് ബാറിൽ വന്നിട്ട് കിൻഡിൽ ആപ്പ് ഫോർ PC ഫ്രീ ഡൗൺലോഡ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ ആമസോണിൽ തന്നെ നമുക്ക് ഈ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള, ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാകും. താഴോട്ട് സ്ക്രോൾ ഡൗൺ ചെയ്ത് വന്നു കഴിഞ്ഞാൽ ഡൗൺലോഡ് കിൻഡിൽ ആപ്പ് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. ഈ ഒരു പേജാണ് ഓപ്പണായി വരുന്നത്. ഇതിൽ ആപ്പ് സ്റ്റോറും ഗൂഗിൾ പ്ലേ ഒക്കെ ഉണ്ട്. അതുപോലെ നമുക്ക് മൊബൈലിലും ഇതുപോലെ തന്നെ നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. ഇവിടെ നമുക്ക് PCക്കാണ് വേണ്ടത്. അതുകൊണ്ട് തന്നെ നമ്മളിതാ ഈ കാണുന്ന ഭാഗം ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമുക്കിത് ഇൻസ്റ്റാൾ ആവുന്നത് കാണാം. ഇവിടെ
ഓപ്പൺ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ ഇൻസ്റ്റാൾ ആവുന്നത് കാണാം. ഇത് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. വൺസ് ഇത് റെഡി ആയതിന് ശേഷം ഡെസ്ക്ടോപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ കിൻഡിലിൻ്റെ ഈ ഒരു ആപ്പ് അവിടെ ഇൻസ്റ്റാൾ ആയിട്ട് കാണാൻ വേണ്ടി പറ്റും. ഇവിടെ നമ്മൾ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ ഓക്കെ കൊടുക്കുക. അതിനുശേഷം ആമസോണിൻ്റെ ക്രെഡൻഷ്യൽ ഉപയോഗിച്ച് സൈൻ ഇൻ ചെയ്യുക. വെരിഫിക്കേഷനും കാര്യങ്ങളൊക്കെ നമ്മുടെ ഫോണിലേക്ക് വരുന്നത് OTP അടിച്ചു കൊടുക്കുക. തുടർന്ന് ഇങ്ങനെയൊരു പേജാണ് വരുന്നത്. ഇത് ഞാൻ ഓൾറെഡി എൻ്റെ കയ്യിൽ ഡൗൺലോഡ് ചെയ്തതും ബുക്ക് ഞാൻ പർച്ചേസ് ചെയ്തതും ആയതുകൊണ്ടാണ് ഇങ്ങനെയൊരു പേജ് കാണിക്കുന്നത്. നിങ്ങൾക്ക് ആദ്യമായിട്ടാണ് ഇത് ഡൗൺലോഡ് ചെയ്യുന്നതെങ്കിൽ പ്ലെയിൻ പേജ് ആയിരിക്കും. അവിടെ നമ്മൾ സിങ്ക് ചെയ്യണം. ഇതാണ് സിങ്ക് ചെയ്യാനുള്ള ഓപ്ഷൻ. സിങ്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ആമസോണുമായിട്ടത് ലിങ്ക് ആവുന്നതായിരിക്കും. അതിനുശേഷം നമുക്ക് ഇഷ്ടമുള്ള പുസ്തകങ്ങൾ നമുക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. നമ്മൾ ആമസോണിൽ പർച്ചേസിന് ചെയ്യാനുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് നമുക്കിത് ഇവിടെ മേളിലൊരു ബാസ്ക്കറ്റിൻ്റെ ഐക്കൺ കാണാം. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചെന്ന് എത്തുന്നത് ആമസോണിൻ്റെ ഈ കിൻഡിൽ ഈ ബുക്കിൻ്റെ സെക്ഷനിലോട്ടായിരിക്കും. അവിടെ നമുക്ക് ആവശ്യമുള്ള മലയാളം നോവലിനോ അല്ലെങ്കിൽ നമുക്ക് ഏത് ബുക്കാണോ വേണ്ടത് അത് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലത്തെ ഒരു പേജാണ് വരുന്നത്. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക, 2 ഓപ്ഷൻസ് ആണുള്ളത്. ഒന്ന് കിൻഡിൽ എഡിഷൻ, രണ്ടാമതൊന്ന് പേപ്പർ ബാക്ക്. പേപ്പർ ബാക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ബുക്കായിട്ട് കിട്ടുന്നതാണ്. അതിന് വിലയും കൂടുതലാണ്. നമുക്ക് വേണ്ടത് കിൻഡിൽ ഓപ്ഷനാണ്. ഇവിടെ നമുക്ക് കിൻഡിൽ എഡിഷൻ എന്ന് കാണാം. ഇവിടെ വന്നു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇത് കണ്ടോ, കിൻഡിൽ എഡിഷൻ, കിൻഡിൽ അൺലിമിറ്റഡ്. ഇത് മെമ്പർഷിപ്പുള്ള ആളുകൾക്ക് ഫ്രീ ആയി വായിക്കാനുള്ള ഒരു ഓപ്ഷനാണ്. ഇത് ഫ്രീ ആയി വാങ്ങിക്കാനും വായിക്കാനുള്ള ഒരു ഓപ്ഷനാണ് ഈ കിൻഡിൽ എഡിഷൻ അൺലിമിറ്റഡ് എന്ന് പറയുന്നത്. നമ്മൾ മെമ്പർഷിപ്പ് ഇല്ലാത്തവരാണെങ്കിൽ താഴെ നമുക്ക് ബൈ നൗ എന്നൊരു ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ബുക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും. പർച്ചേസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ നമ്മുടെ കിൻഡിൽ ആപ്പിലേക്ക് വരിക. ഒന്നുകൂടി നമ്മൾ ആ സിങ്ക് ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പം നമ്മുടെ പുസ്തകം നമ്മുടെ ആപ്പിലേക്ക് ഡൗൺലോഡായിട്ട് വരും. നമുക്ക് അവിടെ വെച്ച് വായിക്കാവുന്നതാണ്. ഇനി അടുത്തതായിട്ട് പറയാനുള്ളത് ഇത് കണ്ടോ എൻ്റെ നോവലാണിത്. ലിജു നാരങ്ങാപ്പുറത്ത്. എൻ്റെ മുഴുവൻ പേര് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ എൻ്റെ നോവൽ ഇവിടെ കാണാൻ പറ്റും. ഇങ്ങനെയൊരു ഡിവൈസിനെ കുറിച്ച് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം എൻ്റെ നോവൽ കൂടി ഈ ബുക്കായിട്ട് അവൈലബിൾ ആണ്. അത് പേപ്പർ ബാക്ക് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് മാൻകൈൻഡ് പബ്ലിഷേഴ്സാണ്. പേപ്പർ ബാക്ക് വാങ്ങിക്കാൻ പറ്റാത്തവരുണ്ടെങ്കിൽ, എന്നാൽ ഈ ഒരു ബുക്ക് വായിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആമസോൺ കിൻഡിലുള്ള ഈ ബുക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. എല്ലാവരും എൻ്റെ പുസ്തകം കൂടി വായിച്ച് അഭിപ്രായങ്ങൾ പറയുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.